പാട്ടുകൂട്ടിലെ കുഞ്ഞു പാട്ടുകാരുടെ സർഗവേദിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹ സ്വാഗതം. സ്വരസന്ധ്യയിലേക്ക് എത്തുന്നു നമ്മുടെ കൊല്ലംകാരി സഞ്ജു കുഞ്ചി. വെൽക്കം സംയുക്ത ഓൺ സ്റ്റേജ്. അയ്യോ അടിപൊളി സഞ്ജു കുഞ്ചു, വാട്ട് ഈസ് ദിസ് യാർ? ഇതെന്താ ഒപ്പനയാണോ? ആസാദ് അത് ഒപ്പന മോണാരാ? മണവാട്ടിയാണോ? മണവാട്ടി പാടുകൂടാ എവിടെങ്കിലും? ഇല്ല, മണവാട്ടിയല്ല, മണവാട്ടിയുടെ ഭർത്താവിന്റെ അനിയൻ. ഏത് എങ്ങനെയാണ് പറഞ്ഞു? റിപ്പീറ്റ്. മണവാട്ടിയുടെ മണവാട്ടിയുടെ മണവാളൻ അതാരാ? ഹസ്ബൻഡ് കല്യാണം കഴിക്കാൻ പോകുന്നു. പുള്ളിയുടെ അനിയത്തിയുടെ അനിയത്തി. അപ്പൊ ആ അനിയത്തിയാണ് ഈ സഞ്ജി കുഞ്ചി. ഏതാ സഞ്ജി പാടുന്നത്? മാനത്തൊരു പൊൻതാരകം. കേക്കല്ലേ? ഓക്കേ. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത് ഓർ ഡിയർ? ട്രൂത്ത് ഓർ ഡെയർ ഏതാണ്? ഡെയർ. ഡെയർ. ഇയാൾക്കും അറിയാല്ലേ? പിന്നെ ശരി, ഡെയർ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി.
സഞ്ജുജി എന്തോ കാലക്ക് താങ്ക് യു സർ. കാരണം ഇത്രയും കാണാതെ പഠിച്ച് പാടുന്നത് വലിയ പ്രയാസമാണ്. കാരണം നമ്മൾ ബുക്ക് വെച്ചാൽ പോലും ചിലപ്പം ചില വരികൾ കാണത്തില്ല. അപ്പോൾ അത് ഇത്രയും കാണാതെ പഠിച്ച് കഷ്ടപ്പെട്ട് പാടി നന്നായിട്ട് പാടി. താങ്ക് യു സർ. നല്ല പഞ്ചുണ്ടായിരുന്നു പാടും. അതുപോലെ കോറസ് നിങ്ങളും ഗുഡ്. താങ്ക് യു സർ. ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ ഒരു ഹെൽപ്പിംഗ് മെന്റാലിറ്റി കാണിച്ച് നന്നായിട്ട് പഠിച്ച് പാടിയത് കാരണം ആ പാട്ട് നല്ല മനോഹരമായിട്ട് തോന്നി. നല്ല രസമായിരുന്നു. ഈ മാപ്പിളപ്പാട്ട് പൊതുവെ എപ്പോഴും ഒരു ഹരമാണ് അല്ലേ? നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്റ്റേജിൽ പാടുന്നതും നമ്മൾ ദുബായിലോ അല്ലെങ്കിൽ ദോഹയിലോ മസ്കറ്റിലോ വേറൊരു സ്റ്റേജിൽ പാടുമ്പോഴും ഉണ്ടാകുന്നൊരു ഇമ്പാക്റ്റ്, ഒരു ആവേശം ഒന്ന് വേറെയാണ്. അവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് അവരുടെ ആവേശം നല്ല രസത്തിൽ അവർ ഡാൻസ് ചെയ്ത് കൈയടിക്കുമ്പോൾ നമ്മളും അതിൻ്റെ ഒപ്പം അങ്ങ് ഇപ്പം സംഗീത പമകരിയൊക്കെ ഇല്ലേ, അതുപോലത്തെ ആ ടൈപ്പ് ഓഫ് ഒരുപാട് സോങ്സ് ഉണ്ട് മാപ്പിളപ്പാട്ടുകൾ. അപ്പോൾ അവർ അത് കേട്ട് കഴിഞ്ഞാൽ ഈ കൈയടി തുടങ്ങുമ്പോൾ നമ്മളും അങ്ങ് അതിൻ്റെ കൂട്ടത്തിലാവും. അതുപോലെയാണ് ഇന്ന് മോക്കിവിടെ സംഭവിച്ചത്. കാരണം പാടി ഇവരുടെ ഓർക്കസ്ട്ര അങ്ങ് പൊലിപ്പിച്ചപ്പോഴത്തേക്കുണ്ടല്ലോ, ആഹാ അങ്ങ് തകർത്തു. ഈ ലാസ്റ്റിലൊക്കെ ഞാൻ വിചാരിച്ചു ആ തൃകട അത് വരുമ്പോഴത്തേക്ക് പോകുമെന്ന് വിചാരിച്ചു. ഒന്നും പോയില്ല, നന്നായിരുന്നു കേട്ടോ. മോളെ എനിക്ക് തോന്നിയത് പിന്നെ ഈ നെഞ്ചിലുറങ്ങും മുത്തുക്കിളിയായി അനുപല്ലയുടെ എൻഡ് അവിടെ മാത്രം ചെറിയൊരു സംഭവം തോന്നി. പിന്നെ മണിവാതിൽ ചാരും നേരം ഫസ്റ്റ് തുടക്കം അത് മാത്രമേ ഉള്ളൂ. ബാക്കി ഇത്രയും ടോട്ടലി നോക്കുമ്പോഴത്തേ അത് പറയാൻ പാടില്ല, എങ്കിലും മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നന്നായിരുന്നു, താങ്ക് യു സർ. നല്ലൊരു മാപ്പിള പാട്ട് കേട്ടതിൻ്റെ ഒരു ആസ്വാദനം, ഒരു സുഖം. താങ്ക് യു. താങ്ക് യു സർ. സംയുക്ത എന്തോ നന്നായിട്ട് പാടി മോളെ. താങ്ക് യു സർ. കാര്യം അത് അത്ര ഈസി അല്ല ഇത് പാടി കൊണ്ടുപോകാൻ. കുറേ കുരുട്ട് സംഗതികളും ഗുരുവാന്ന് കുറേ ഐറ്റങ്ങളും ഒക്കെ മോള് നന്നായിട്ട് പാടി. എനിക്ക് തോന്നി ഈ ഇപ്പം അണ്ണൻ പറഞ്ഞ സ്ഥലവും ആ ഫസ്റ്റ് പല്ലവിയുടെ ലാസ്റ്റ് 2 ലൈൻസ് കുറച്ച് ശ്രുതി മോക്കൊന്ന് ആടി കുഴഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊരു എന്താ പറയണ്ടേ, ഈ കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ദൈവമായിട്ട് തന്നതായിരുന്നു വിചാരിച്ചാൽ മതി കേട്ടോ. മൊത്തത്തിൽ മറ്റേ തട്ടമൊക്കെ ഇട്ട് കറങ്ങിയതും അസാധ്യം ഒരു ചോദിച്ചാൽ. അത് പിന്നെ ഈ കളരിയും കത്തി വാൾപ്പയറ്റുമായിട്ട് നടക്കുന്ന ഒരാൾക്ക് അതൊരു വലിയ സംഭവം അല്ല അല്ലേ മകളെ സഞ്ജു കുഞ്ചു? എന്തോ ആ എക്സസൈസ് ഒക്കെ നടക്കുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ കൂടെ രണ്ടും കൂടെ പൊക്കോ കേട്ടോ. അത് നമ്മുടെ ഒരു ഹെൽത്ത് വൈസും അത് നിങ്ങൾക്ക് പെൺകുട്ടികൾ കുറച്ച് ഇത് വേണം 4 ഇടിയൊക്കെ കൊടുക്കണമെങ്കിലും അങ്ങനെ വേണം. നമ്മുടെ മീനൂട്ടി ഇല്ലേ, ഇല്ലെങ്കിൽ ശിവു ഇല്ലേ? മീനൂട്ടിയൊക്കെ ഒന്ന് ഊതിയാ വീടുവണ്ണ. മീനൂട്ടി ശിവു പിന്നെയും കുഴപ്പമില്ല, പിടിച്ചു നിൽക്കും. അല്ല മീനൂട്ടിയുടെ ആരോഗ്യം കണ്ടിട്ടുണ്ടോ? ആരോഗ്യം കണ്ടിട്ടുണ്ടോ മീനൂട്ടി? അല്ല ഞാൻ കണ്ടില്ല. മീനൂട്ടിയുടെ ആരോഗ്യം ഒന്ന് കാണണം. കാരണം കൈ കൊണ്ടൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഉണ്ട് അണ്ണാച്ചി അവിടെ ഇരിക്കും. ഭയങ്കര ശക്തിയാ, നമ്മൾ വിചാരിച്ചോലല്ല. അപ്പം സഞ്ജു കൊച്ചു എന്തോ നന്നായിരുന്നു മക്കളെ, വേറൊന്നും പറയാനില്ല, തകർത്തു. താങ്ക് യു സർ. സഞ്ജു എന്തോ എന്തൊരു വോയിസ് ടെക്സ്ചർ ആണ്, സൂപ്പർബ്, നല്ല ക്ലാരിറ്റി ആൻഡ് ഇത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ളൊരു പാട്ട്. ഫണ്ണാണ്, പക്ഷെ അതേസമയം ഈ ലിറിക്സ് ഒക്കെ കൃത്യമായിട്ട് ടങ് ട്വിസ്റ്റേഴ്സ് പോലെ ആകാണ്ട് കറക്റ്റ് വീഴുക എന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. വേണമെങ്കിൽ അവിടെ ട്യൂണൊക്കെ പോകാം അല്ലേ. എല്ലാം മോള് ഇത്ര പ്രാക്ടീസ് ചെയ്തു എന്നുള്ളത് നമുക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. ഇവൻ ദ കോറസ് സപ്പോർട്ട് അമേസിങ് ആയിരുന്നു കേട്ടോ. കോറസ് ആൻഡ് ഓർക്കസ്ട്ര, കാരണം അവർ നിങ്ങളെ കട്ടയ്ക്ക് അങ്ങനെ തന്നെ നിന്നുകൊണ്ടാണ്. ഇവൻ അവിടെ തെറ്റിയാൽ പോലും നമുക്ക് ആ ടോട്ടൽ എക്സ്പീരിയൻസിനെ അത് ബാധിക്കും അല്ലേ. അപ്പോൾ ദാറ്റ് വാസ് റിയലി ഗുഡ് കേട്ടോ. എല്ലാവരുടെയും സപ്പോർട്ട്, ഓർക്കസ്ട്ര എല്ലാം സൂപ്പർ. ആൻഡ് മോളുടെ കോസ്റ്റ്യൂം ആണെങ്കിലും പക്ക പാത്തുമ്മ എവിടെ നിന്ന് പോയെന്ന് നോക്കണ്ട, അത്ര സെറ്റപ്പ് ആയിട്ടുണ്ട്, പൊളിയായിട്ടുണ്ട്, പൊളി വൈബ് കേട്ടോ. അമേസിങ് മോളെ, ഗോഡ് ബ്ലെസ്, സൂപ്പർ. എന്തൊരു പാക്കേജ് ഡീലാണ് ഈ സഞ്ജു കുഞ്ചി, അസലായിട്ട് ചെയ്തു കേട്ടോ. സകലകല വല്ലഭി. അതെ, അത് പിന്നെ വോയിസ് ഒരു നാച്ചുറലായിട്ട് ഒരു ഹസ്കി വോയിസ് ആണ്. അപ്പോൾ അതിൽ ചിലപ്പോൾ ക്ലാരിറ്റി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ അങ്ങനെയൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഏത് റേഞ്ചിലും നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. സംഗതി വളരെ ഡെലിക്കറ്റായിട്ട് വരുന്നുണ്ട്. എത്ര ഫാസ്റ്റാണ് ഈ അനുപല്ലവി ചരണത്തിൽ. അനുപല്ലവി യെസ് അത്ര പെർഫെക്റ്റായി വന്നില്ല, പക്ഷെ ചരണം പിടിച്ച് തകർത്ത് അങ്ങനെ പിടിച്ച് നിന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. വെരി ഡെയറിങ് ഗേൾ ആണ്. അല്ലെങ്കിൽ ഈ പാട്ടെടുത്ത് അതിനെ ഫലിപ്പിക്കാൻ നിങ്ങൾ അത് വലിയ പ്രയാസമാണ്, പക്ഷെ ഫലിപ്പിച്ചു. ഐ എം വെരി പ്രൗഡ് ഓഫ് യു. സഞ്ജു കുഞ്ചു എന്തോ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, വി ആർ ഗിവിംഗ് യു 99 out of 100. സഞ്ജു, we are giving you a super supreme. താങ്ക് യു സർ. ആദ്യ ഒരു തങ്കത്തുങ്ക പൂക്കുറ്റി. Congratulations, you are awarded a super supreme. താങ്ക് യു സർ. ചാച്ചാ, ഓൾ ദി ബെസ്റ്റ്. ചാച്ചാ. ചിരിക്കുമ്പോ കൽവില കുളിരല്ലേ, നിനക്കിനി അതിശയരാവല്ലേ.
കൊഞ്ചൽ. മലപ്പുറത്ത് നിന്നും ശ്രിത വൈഷ്ണവ്. വെൽക്കം ശ്രിത ഓൺ സ്റ്റേജ്. സിൻഡ്രല്ലയാണോ? അല്ലേ, അങ്ങനെ തോന്നില്ലേ? ആർക്കെങ്കിലും തോന്നിയോ? അതെനിക്ക് മാത്രമാണോ? ഇതാരാ അത്? ശ്രിത ശ്രിത പ്രിൻസസ് ആണോ? ശ്രിദ്ര അല്ല, ശ്രിത അല്ല. ശരിക്കും മോടെ പേരെന്തോ? എന്താ? എനിക്കെന്തോ ഒരു അല്ല, എനിക്കൊരു ഇവരെല്ലാരും പറയുന്നത് അല്ലാന്ന്. സിൻഡ്രല്ലാന്നോ ഞങ്ങള് വിചാരിച്ചത്. എനിക്കെന്തോ ഒരു പ്രിൻസസ് പോലെ ഡയന അങ്ങനെ തോന്നുന്നു എനിക്ക്. ശരിക്കും ശ്രദ്ധ എന്നാ പേര്? ആണോ? അല്ല, ഇത് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും മോളെ? ശരിക്കും അതാണ്. ഡു യു ഹാവ് ആധാർ കാർഡ്? ആധാർ കാർഡ് ആധാർ കാർഡ് ഉണ്ടോ? 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 എന്തൊക്കെ പറഞ്ഞാലും മോള് ഇന്നൊരു സിൻഡ്രല്ല ആയിരിക്കും. താങ്ക് യു ബ്യൂട്ടിഫുൾ. താങ്ക് യു. സുന്ദരിക്കുട്ടി, ചക്കര പാട്ടും കുഞ്ഞ്. അതുപോലാണോ? പാട്ട് ഒരു പച്ചപ്പൂവാണ് അല്ലേ? പച്ചയല്ല, മഞ്ഞ. മഞ്ഞ. മഞ്ഞ 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 മഞ്ഞ. ഏത് പാട്ടാ? കൊന്നപ്പൂവേ. അതിലെവിടെയാ രാഹുലൊരു ഒന്ന് ഇല ഓർത്തത് പെട്ടെന്ന്. രാഹുൽ ഒരു പച്ചയായ മനുഷ്യനാണ്. അതെ അതെ, അതുകൊണ്ടാ. പച്ച പച്ച മനുഷ്യൻ. ശ്രുതകുട്ടി പാടും മോളെ. All the best. താങ്ക് യു. കൊന്നപ്പൂവേ കൊന്നപ്പൂവേ കൊങ്ങിണി പൂവേ, ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ. കൊന്നപ്പൂവേ കൊങ്ങിണി പൂവേ, ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ. വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു. മനോഹരമായിട്ട് പാടി മോളെ. കാരണം എന്താണ്, ഒരു തപ്പലോ തടയലോ ഒന്നും ഇല്ലാതെ ക്ലീൻ ആയിട്ട് മോള് പാടിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്കൊരു ചെറിയ സംശയമുള്ളത്, മോള് ഓടുന്ന കണ്ണുകൾ ആ സ്റ്റാൻസയിൽ അത് ആദ്യം പാടിയപ്പോൾ ശ്രുതി ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സംഭവമൊക്കെ മാറി ഓടിപ്പോയി. രണ്ടാമത് സെയിം ലൈൻ റിപ്പീറ്റ് ചെയ്തപ്പം ശുദ്ധമായിട്ട് പാടി.
താങ്ക്സ് സർ. അതുപോലെ തന്നെ പൂക്കുട നിറച്ചത് ആ ലൈൻ പാടിയപ്പോൾ മോള് കുറച്ച് ശ്രുതി അപ്പട്ടെ ഇവിടെ ഇച്ചിരി രണ്ടാമത് പാടിയപ്പോൾ സൂപ്പറായി. ഇതെന്ത് മറിമായ ഇത്. അപ്പൊ അത് വരാതൊന്ന് നോക്കണം കേട്ടോ മോളെ. പാട്ട് നല്ല സെലക്ഷനാണ്. താങ്ക് യു. എല്ലാവർക്കും പഴയ ആൾക്കാർക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. പുതിയ ജനറേഷന് ഇപ്പൊ മോള് പാടുമ്പോഴാണ് ഇത് കേൾക്കുന്നത്. മോള് വഴിയാണ് ഇനി ഈ പാട്ട് പോപ്പുലർ ആകാൻ പോകുന്നത്. അതാണല്ലോ ടോപ്പ് സിംഗറിന്റെ ഒരു ഇത്. അപ്പൊ മോള് ഈ ഇൻകൺസിസ്റ്റൻസി മാത്രം ഒന്ന് നോക്കിക്കൊണ്ടാൽ മതി കേട്ടോ. യു ആർ എ വെരി ഗുഡ് സിംഗർ. താങ്ക് യു സർ. ഓൾ ദ ബെസ്റ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു. നന്നായിട്ട് പാടി മക്കളെ. ഇപ്പം ഈ MG സാർ പറഞ്ഞില്ലേ മക്കൾ ആദ്യം പാടുമ്പോൾ അത് കുറച്ച് ചേരായിക്കൊണ്ട് രണ്ടാമത് പാടുമ്പം കറക്റ്റ് ആവുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം പറഞ്ഞു തരട്ടെ ശരത്തങ്ങൾ? ഞാൻ വേണേ പറഞ്ഞുതരാം. ശരത്ത് പറയാൻ പോണ എന്താണ്? ആദ്യത്തെ ലൈൻ പാടണ്ട. അതല്ല, മക്കൾ ആദ്യം ആ രണ്ടാമത്തെ പാടുന്നത് പാടിയാൽ മതി. എന്നിട്ട് അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. പ്രശ്നം കഴിഞ്ഞില്ലേ? മീനൂട്ടി ഇപ്പോഴും ആലോചിച്ചോണ്ടിരിക്കുക. എനിക്ക് മനസ്സിലായി. മീനുട്ടിക്ക് കിട്ടി. ആ റിപ്പീറ്റ് എന്ന് പറഞ്ഞാൽ റിപ്പീറ്റ് എങ്ങനെ ആദ്യം പാടുന്നത്? അതാദ്യം ആവത്തില്ലേ മക്കളെ? കുഞ്ഞെ, എന്തോ മീനൂട്ടിക്ക് ബുദ്ധിയുണ്ടോ ഇല്ലയോ? ഉണ്ട്. ഇതിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ളത്? ഏറ്റവും ഇപ്പൊ അടിയുണ്ടാവും. കൂടുതൽ ആർക്കാ ബുദ്ധിയുള്ളത്? അതിപ്പോ അറിയണം, നമുക്ക് അറിഞ്ഞേ പറ്റും. അറിയണം. ചേച്ചിക്കുണ്ട്. അല്ല, ആർക്കാണ് കൂടുതൽ? ഒരാളുടെ പേര് പറഞ്ഞാൽ ഞാൻ വേണേ അല്ല കണ്ണൂരുകാർക്ക് പൊതുവെ അല്ലേ പണ്ടേ ബുദ്ധി ഭയങ്കര കൂടുതലല്ലേ? കണ്ണൂരുകാർക്ക് ബുദ്ധി കൂടുതലാ. ഭയങ്കര കൂടുതൽ. ഞാൻ വേണമെങ്കിൽ സാക്രിഫൈസ് ചെയ്യാം. അവളെ പറഞ്ഞോ, കുഴപ്പമില്ല. ഇല്ല മക്കളെ, അത് വേണ്ട. ആർക്കാണ് ബുദ്ധി കുറവെന്ന് പറഞ്ഞാൽ മതി. ബുദ്ധി കൂടുതലാണെന്ന് ആർക്ക് മനസ്സിലായി? രണ്ടുപേർക്കും കറക്റ്റാണ്. ഇപ്പോഴാണ് ശരിക്കുള്ള ഉത്തരം. ചക്കരെ നന്നായിട്ട് പാടി മക്കളെ. അപ്പൊ ഇത് മാത്രം മക്കളൊന്ന് നോക്കിയാൽ മതി. വേറെ ഒന്നുമില്ല ശരത്തെങ്കിലും വേറെ ഒന്നും പറയാനില്ല. ലവ് യു. I love you. 60 വർഷം മുമ്പുള്ള പാട്ട് കൊണ്ടുവന്ന് മോള് അല്ലേ അണ്ണ ഈ ഒരു ജനറേഷനിലേക്ക് മോള് പ്രസന്റ് ചെയ്യാണ്. ഇനി മോളുടെ പെർഫോമൻസ് കണ്ടിട്ട് അറിയും കുറേ പിള്ളേരൊക്കെ ഇത് പഠിക്കുകയും ആദ്യമായിട്ടൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് തന്നെ സോങ് സെലക്ഷന് വലിയൊരു ഹാറ്റ്സ് ഓഫ് കേട്ടോ. താങ്ക് യു സർ. നല്ല ക്യൂട്ടായിട്ട് മോള് പാടി. ആ ഓൾഡ് ജനറേഷൻ വൈബ്, ഒരു വിൻറ്റേജ് വൈബ് നന്നായിട്ട് ആ സംഗതികൾ പാടുന്ന സ്റ്റൈലിൽ പോലും ആ ഒറിജിനൽ സ്റ്റൈൽ കീപ്പ് ചെയ്യാൻ മോള് ശ്രമിച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് അണ്ണാ തോന്നാറുണ്ട് മോള് വളരെ സിൻസിയർ ആയിട്ടുള്ളൊരു കൊച്ചാണ്. വളരെ സിൻസിയർ ആയിട്ട് മോൾ എന്ത് ടാസ്ക് കൊടുത്താലും എന്ത് പഠിക്കുന്ന പാട്ട് വാട്ട് എവർ യു ആർ ഗോയിങ് ടു പ്രസന്റ് മോളത് വളരെ എല്ലാം കൊടുത്ത് മോള് ചെയ്തതായിട്ടാണ് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിന് മുമ്പ്. അത് നമുക്ക് മനസ്സിലാവും. അത് നമ്മൾ നേരിട്ട് കണ്ടാലും ഇല്ലെങ്കിലും മോളുടെ പെർഫോമൻസിൽ അത് നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും കേട്ടോ. ലവ് യു സർ. ഞാൻ പറഞ്ഞു മതി മതി എന്നാണ് പറയുന്നത്. ലവ് യു സാർ. Love you, sir. താങ്ക് യു. ശരി, Thank you. ഞാൻ നിർത്തി. എനിക്ക് വേറൊരു ഉഗ്രം കാര്യം പറയാണ്ടായിരുന്നു. ഞാൻ ഇപ്പൊ ക്യാൻസൽ അല്ല അല്ല പ്ലീസ് വേണ്ട. ഇനിയിപ്പോ ഞാൻ അല്ല അല്ല രാഹുൽ പ്ലീസ്. ഇതൊന്ന് പറയോ? ഉമ്മ അയ്യോ ഇല്ല പറയൂ പ്ലീസ്. ഇല്ല ഇല്ല അല്ല പ്ലീസ്. അത് ഇനിയിപ്പോ ഞാൻ ക്യാൻസൽ ചെയ്യും. ഇല്ല വേണ്ട പാവല്ലേ കുഞ്ഞ്. അതെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ പറയൂ. ഞാനത് മറന്നുപോയി. ഇതായിരുന്നോ? ഐ ലവ് യു എന്ന് ഞാൻ പറയാൻ പോയത് മോളെ. ഓ ശരി. അവൾ എക്സ്പെക്ട് ചെയ്തു. ഓക്കെ മോളെ. ഗോഡ് ബ്ലെസ് കേട്ടോ. താങ്ക് യു. മൈ ഗോഡ് സോ ഫ്രേഗ്രന്റ് ആണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഇന്ന് ആ താങ്ക് യു പാട്ട്. മാം. അവര് പറഞ്ഞത് ഈ ആദ്യത്തെ ലൈൻ എന്തുകൊണ്ടാണ് കറക്റ്റായിട്ട് വരുന്നില്ല എന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇനി കുറച്ചുകൂടി വളരെ സിൻസിയറായിട്ട് പാടുന്ന കുട്ടിയല്ലേ ശ്രദ്ധ. അപ്പോൾ നമുക്ക് ആദ്യം തൊട്ട് തന്നെ അത്ര ഫോക്കസോട് നമുക്ക് കുറച്ചുകൂടി ഫോക്കസോട് പാടിയാൽ ആദ്യ ലൈൻ തന്നെ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇനി സെക്കൻഡ് അതിൻ്റെ റെപ്പറ്റീഷൻ മാത്രം കറക്റ്റാണെന്ന് ഇനി ആരും പറയരുത്. അപ്പോൾ അത് ഫോക്കസ് മാത്രം മതി. ബിക്കോസ് ശ്രദ്ധേൻ്റെ വോയിസിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്, അതിമനോഹരമായുണ്ട്. എസ്പെഷ്യലി ആ അനുപല്ലവിയിലല്ലേ മൈലാഞ്ചി ഉള്ളതായി തോന്നുമോ? അയ്യോ എന്തൊരു ക്യൂട്ട്നെസ് ആണ് ആ സംഗതി പാടിയത്. വളരെ ഒരു ഇൻഡിവിജ്വൽ നല്ലൊരു വോയിസ്, യുണീക്ക് വോയിസ് ഉള്ള കുഞ്ഞാണ് കേട്ടോ. ചേച്ചി ആ സ്റ്റൈല് ഒരു വിന്റേജ് സ്റ്റൈല് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമല്ല. അല്ല അപ്പൊ വേണേ നമുക്ക് പാട്ട് പഠിച്ച് നന്നായി പാടുന്ന ഒത്തിരി പിള്ളേരുണ്ടാവുമായിരിക്കാം. അതെ. അപ്പൊ ആ ഒരു സ്റ്റൈല് പുള്ളിക്കാരി പഠിച്ചു എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ഒരു അല്ലാണ ഇവിടുത്തെ ഒരു ഗ്രൂമിങ്ങിന്റെയും വൈബിന്റെ ഒക്കെ മൊത്തത്തിൽ ആ ഒരു പാട്ട് അവയർനെസ്സോടുകൂടി പാടുക എന്ന് പറഞ്ഞൊരു കാര്യമാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്.
ആ വിൻറ്റേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഈ പാട്ട് കേട്ടപ്പോൾ വളരെ ഒരു ക്ലാസിക് വിൻറ്റേജ് ഫീൽ സോങ് മനസ്സിൽ വന്നു. ഓ രസിക്കും സീമാനെ വാജൊലിക്കും ഉടയണിந்து കളിക്കും നടന പുരിവോ அதை நினைக்க நினைக்க மனம் அழிக்க அழிக்க சுகம் அளிக்கும் கலைகள் அறிவோம். ஓஹோ ഈ പാട്ട് അപ്പോൾ വളരെ ക്യൂട്ടല്ലേ, അങ്ങനത്തെ ഒരു വിൻറ്റേജ് ഫീല്. അപ്പോൾ ഇത് മോൾക്ക് വേണ്ടിയാണ്. ശ്രുതക്കുട്ടി, എന്തോ ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്നൊരു മാർക്ക് നിശ്ചയിച്ചു. അത് 98 ഔട്ട് ഓഫ് 100. ഓ മൈ ഗോഡ്. താങ്ക് യു സർ. ശ്രീതക്കുട്ടി, എന്തോ we are giving you a supreme. താങ്ക് യു സർ. ആടി ഒരു കൊന്നപ്പൂ പൂക്കുറ്റി. താങ്ക് യു. Congratulations, you are awarded a supreme. താങ്ക് യു സർ. താങ്ക് യു. ടാറ്റാ. ടാറ്റാ. പൂവേ കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ കൊന്നപ്പൂവേ കൊങ്ങിണി പൂവേ ഇന്നെന്നെ കണ്ടാലെന്തു തോന്നും കിങ്ങിണി പൂവേ. ഭാവരാഗ വിരുന്നൊരുക്കാൻ ചെന്നൈയിൽ നിന്നെത്തുന്നു ആദ്യ. വെൽക്കം ആദ്യ കുട്ടി. വാങ്കോ അമ്മ വാങ്കോ, വലതു കാല് വെയിറ്റ് വാ. വന്നിട്ടേൻ. അത് മീനൂട്ടിയുടെ action. വെറുതെ കാലകാലങ്ങളായി ആദ്യം പകർന്നു എപ്പടി കിട്ടുന്ന അവൾ ഒരു കൈ മൈക്കായതുകൊണ്ട് പറ്റിയില്ല. അതെ. ദാ എപ്പടി ഇരിക്കീങ്കോ? വന്നിട്ടേന്ന് പറഞ്ഞു. എപ്പടി ഇരിക്കീങ്ക അമ്മ? അമ്മ നല്ല ഇറക്കി. ആര് ഇറക്കി? നല്ല ഇറക്കിയോ? ഞണ്ടാണോ മക്കള്? ആരും ഇറക്കിയിട്ടില്ല. നല്ല ഇറക്കിയെന്നാണ് തമിഴിൽ ഞാൻ പറഞ്ഞത്. അണ്ണൻ ചോദിച്ചു ഞണ്ടാണോ എന്ന് ഇറക്കിയത്? ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവും. നന്നായിട്ടിരിക്കുന്നു. ഓ, എന്നിട്ടാണ് പാർട്ടി വൈബ്സ് അല്ലേ? ഓ, പിന്നല്ലാതെ പാർട്ടി വൈബ്സ്. ചുമ്മാ അണ്ണാച്ചി വരുമ്പോഴത്തേക്ക് ഇറുക്കി ഇറുക്കി എന്ന് ചോദിക്കും. കൊച്ചു കിടന്ന് കഷ്ടപ്പെടും. എന്തുകൊണ്ട് വിശേഷം മദ്രാസിൽ? നല്ല വിശേഷം. പപ്പയൊക്കെ അപ്പോഴും വീഡിയോ കോളൊക്കെ ചെയ്യും, സംസാരിക്കും. അവിടെ മഴയാണോ? ആ മഴയൊക്കെ ഉണ്ടല്ലോ. മക്കളെ കുഞ്ഞ് നല്ല വേഷം കേട്ടോ. Thank you. സൂപ്പർ. കാണാൻ നല്ല നല്ല സുന്ദരി. നീ റൊമ്പ 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 അഴകാ ഇരിക്കമ്മ. വീണ്ടും റാ വരുന്നു കേട്ടോ. ഇറുക്കലിന്റെ റാ വരുന്നു വീണ്ടും. അനുരാധാ, ആ നീ ഏതാ പേസുമ്മ? என்ன பாட்டு பாட போறீங்க இன்னைக்கு? ചെമ്മാന പൂമച്ചിൻ കീഴേ. ഓഹോ, ஜானகி அம்மா பாடின பாட்டா? ரொம்ப பிடிக்குமா? ரொம்ப பிடிக்கும். என்னோட அம்மாவுக்கு ரொம்ப ரொம்ப பிடிக்கும் அந்த பாட்டு. இப்போ அம்மா தான் செலக்ட் பண்ணாங்களா இந்த பாட்டு? செம்மையா ப்ரிப்பேர் பண்ணியாச்சா? ஆமா. இப்போ நல்லா தகர்த்து பாட போறியா? ஆமா, நான் அப்படிதான் பாட போறேன். என்ன கான்ஃபிடன்ஸியா പാട പോറേ. எங்கேயோ போச்சோம், கான்ஃபிடன்ஸ் லெவல் எங்கேயோ இருக்கியா? അയ്യോ ആദ്യ കുട്ടി, உங்களுக்கு தமிழ் பாட்டு ஏதாவது தெரியுமா? சின்ன சின்ன வண்ணக்குயில் தெரியும். அது தெரியும். அது ஒண்ணு. அது இனி ஒரு பாட்டு, குழலூதும் கண்ணனுக்கு. இந்த பாட்டுக்கு அப்புறம் குழலூதும் கண்ணனுக்கு 4 வரி கொஞ்சம். ஓகே, பாட்டுக்கு அப்புறம். பாட்டுக்கு அப்புறம். Fantastic. அப்ப இந்த பாட்டு கலக்குங்க.
ആദ്യക്കുട്ടി എന്തോ ഒരു സല്യൂട്ട്. താങ്ക് യു സർ. അസാധ്യമായിട്ട് പാടി, അസാധ്യം. താങ്ക് യു സർ. വണ്ടർഫുൾ. താങ്ക് യു വെരി മച്ച് സർ. അതായത് ചില സംഗതികളൊക്കെ മോള് പാടുന്ന കേട്ടിട്ട് റെക്കോർഡിൽ എങ്ങനെയാണ് അതുപോലെ തന്നെ ഒപ്പിയെടുത്ത് പാടിയിരിക്കുകയാണ്. ആ എക്സ്പ്രഷൻ, കൊടുക്കേണ്ടടുത്ത് എക്സ്പ്രഷൻ, അല്ലാത്തടത്ത് ഓപ്പൺ ആയിട്ട് ത്രോ ആയിട്ട് പാടേണ്ടടുത്ത് അത്ര ലൗഡായിട്ട്. അതായത് ലൗഡ് മീൻസ് അതിന്റെ ഒരു എന്താണ് പിന്നെ അളവ് അനുസരിച്ച് മോള് പാടി. ഞാൻ ഈ പാട്ടൊക്കെ കേട്ട് നോക്കിയപ്പോഴല്ലേ എനിക്ക് എപ്പോഴും ഇതിൻ്റെ ഫിലിമിലുള്ള സോങ് ഞാൻ കേൾക്കുക. അപ്പം മമ്മൂട്ടി അങ്കിളുടെ ആ പിക്ചറൊക്കെ കാണുമ്പോൾ അതിൻ്റെ സീൻസൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം വരും. പിന്നെ ആ വിഷമം പിന്നെ ആ ഗുമ്മും കൂടെ അടിച്ച് പാടുക ചെയ്യുന്നത്. അല്ല അത് കറക്റ്റാണ്. വിഷമവും ഗുമ്മും കൂടെ അടിച്ചു പാടുകയാണ്. അപ്പൊ അതാണ് ഇതിനകത്ത് മോക്ക് ആ ഫീല് കിട്ടിയതുകൊണ്ടാണ്. കാരണം ആ സിനിമയും കണ്ടു, പാട്ടും കേട്ടു, എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ട് എവറിത്തിങ് ഈസ് ഇൻ യുവർ സോൾ. അപ്പൊ ആത്മാവിൽ നിന്നാണ് മോള് പാടിയത്. ശാന്താടുന്നു വരമേകുന്നു കഴിഞ്ഞിട്ട് ആ ലൈൻ കഴിഞ്ഞിട്ട് വീണ്ടും ചേർത്തെടുത്തില്ലേ, ദാറ്റ് വാസ് പെർഫെക്റ്റ്. അത് ഒരു വലിയൊരു കൈഡിയായിരുന്നു കേട്ടോ. ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ല. മോളെ ഇത് ഒറിജിനൽ പിച്ചിനാണോ പാടിയത് അതോ കുറച്ച് സി ഷാർപ്പിലാ പാടിയത്? ഒറിജിനൽ തോന്നുന്നു ഡി ഷാർപ്പാണ്. ഇത് മോള് കൺവീനിയന്റ് ആയിട്ടുള്ള ശ്രുതി പാടിയപ്പോഴത്തേക്ക് അതിന് നല്ല എന്താണ് നല്ല പഞ്ചായത്ത് വന്നു. മോക്ക് കൺവീനിയന്റ് ആയി. അപ്പൊ മോക്ക് കൺവീനിയന്റ് ആകുമ്പോഴാണ് മോക്ക് സുഖമായിട്ട് പാടാൻ പറ്റുന്നത് അല്ലേ? അപ്പൊ ഈ ശ്രുതി സ്വന്തമായിട്ട് സെലക്ട് ചെയ്തുകൊണ്ട് നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് ലെവലിൽ നിന്ന് പാടി ഫലിപ്പിക്കാൻ പറ്റും. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു മോളെ. ഓക്കെ ആദ്യക്കുട്ടി, ലവ് യു. അല്ല ജിങ്കിള് പൊളുക്കൂ. ആ ജിങ്കിള് വെളുക്കൂ. ഓക്കെ ജിങ്കിള് വെളുക്കൂ. ലവ് യു. മക്കളെ കലക്കിടാം, താങ്ക് യു. തകർത്തു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്നെ ഇത് കാണിച്ചിട്ട് എന്തൊക്കെ നോക്കി വെച്ചോടാ. ആരെ നോക്കിയാ കാണിച്ച? രാഹുലിനെ? പിന്നെ ഞാന് നിന്നെ എന്നാ പറഞ്ഞ് കാണിച്ചത്. ആ അത് ഞാൻ പേടിച്ചു. ഒരു ഉൾക്കിടലോ ഉണ്ടായി ചേർത്തെങ്കിൽ. ഞങ്ങളെ ആരെങ്കിലും നോട്ടം വിട്ടിട്ടാണോ മക്കള് പറയുന്നത്? മക്കളെ നന്നായിട്ട് പാടി മക്കളെ കേട്ടോ. സൂപ്പർ ആയിരുന്നു. അത് എന്താ പറയണ്ടേ, അത് ചിലതൊക്കെ മോള് പാടുന്നത് കേൾക്കാൻ നല്ല സുഖമാ കുഞ്ഞെ. അത് കാണാനും അത് കേൾക്കാനും. അപ്പൊ ശരത്തങ്ങളുടെ മനസ്സങ്ങോട്ട് നിറഞ്ഞു. അത് ഞാൻ കവിഞ്ഞു ഒഴുകുക. അത് ചവിട്ടി തെന്നി വീടരുത്. ഞാൻ അതിന് നീ പ്രാർത്ഥിക്കണം കേട്ടോ. അല്ല എന്തോ എണ്ണയാണ് ഒഴുകുന്നത്? അല്ല സന്തോഷമേ, നിറഞ്ഞ എണ്ണയായിട്ട്. എണ്ണ സന്തോഷം. അണ്ണാച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എണ്ണ കച്ചവടമല്ല. അപ്പൊ അണ്ണാച്ചിയുടെ മനസ്സിൽ ഇങ്ങനെ തുളുമ്പുന്നല്ല എണ്ണയാ, അത് വഴുതി വീണോണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ എപ്പോഴും മുമ്പോട്ട് നടക്കാറില്ല, പുറകോട്ടാ പോകുന്നു. അത് എണ്ണ ഒഴുകി പൊക്കോട്ടെ. മക്കളെ മതിയാക്കി. മോളെ നന്നായിട്ടുണ്ട് കേട്ടോ. നേരത്തെ പറഞ്ഞ സിനിമ കണ്ടു എന്ന് പറഞ്ഞതിൽ വലിയ ഹാറ്റ്സ് ഓഫ്. കാരണം ചില സമയത്ത് ചില പാട്ടിന്റെ ഇമോഷൻ മനസ്സിലാകണമെങ്കിൽ നമ്മൾ അത് എന്താന്ന് അറിയുമ്പോൾ കുറെ കൂടെ നമുക്ക് അല്ലേ, that says that you're very serious about this. അപ്പോൾ വെറുതെ ആ പാട്ട് പഠിച്ചു വേണമെങ്കിൽ നമുക്ക് പാടാം, അല്ല വിഷ്വല് കണ്ട് ദാറ്റ്സ് ഓൾസോ ഗുഡ്, അതും നല്ലതാണ്. സിനിമ കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ആ കഥാപാത്രങ്ങൾ എന്ത് ട്രോമയാണ് പോയത്, എന്ത് സ്ട്രെസ്സിൽ കൂടെയാണ് പോയത്, എന്തുകൊണ്ടാണ് ആ പാട്ട് അവിടെ വന്നത് എന്നൊക്കെ മനസ്സിലാവുമ്പോൾ നമ്മുടെ പെർഫോമൻസിൽ ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മോളെ നല്ല കാര്യമാണ് കേട്ടോ മോള് ചെയ്തത്. ഇറ്റ്സ് എ ഗ്രേറ്റ് തിങ്. അത് എല്ലാ കുട്ടികളും ഒരു പാഠമാക്കി എടുക്കുന്നത് നല്ല. കാരണം നമ്മളുടെ ഇമോഷന് ഞാനും ആലോചിച്ചു ഇത്ര ഫീലായുടെ കൂടി എങ്ങനെ പാടാൻ പറ്റി എന്ന്. ഞാൻ ആക്ച്വലി ഐ വാസ് റിയലി വണ്ടറിങ് അബൌട്ട് ഇറ്റ് കേട്ടോ. പിന്നെ മോളെ രണ്ട് ഈ തുണ്ട് പല്ലവിയും ലാസ്റ്റ് പല്ലവിയും തുടങ്ങുന്നിടത്തുള്ള ആ ഒരു സംഗതി ഇല്ലേ, ചെമ്മാനപ്പൂ അതിലോട്ട് കയറുന്ന ബ്യൂട്ടിഫുൾ, ഭയങ്കര രസമായിട്ടുണ്ട്. അത് എവിടെയെങ്കിലൊക്കെ പണിവാളെന്ന് വിചാരിച്ചു. നമ്മൾ ആക്ച്വലി മോള് റിഹേഴ്സൽ നടത്തുമ്പോൾ ഞാനിങ്ങനെ ശ്രദ്ധിക്കായിരുന്നു, നമ്മളെല്ലാവരും ശ്രദ്ധിച്ചു. അപ്പോൾ ഇന്നെന്ത് പറ്റി, മോക്ക് എന്ത് പറ്റി, നന്നായിട്ട് പാടുന്ന കുട്ടിയാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുകയും ചെയ്തു. കുറച്ചും കൂടെ നന്നാണല്ലോ എന്ന് റിഹേഴ്സലിൽ ആക്ച്വലി വിചാരിക്കുകയും ചെയ്തു. പക്ഷേ മോള് ഞങ്ങളെ ആക്ച്വലി ഞെട്ടിച്ചുണങ്ങി. ഞങ്ങളിവിടെ കസേരയിൽ നിന്ന് എഴുന്നേപ്പിച്ചു. മീൻസ് ഇറ്റ് ഈസ് റിയലി സംതിങ്. കാരണം അതല്ലാണ്ട് നമുക്കങ്ങനെ ഫീൽ ചെയ്യില്ലല്ലോ. ഫ്രം ദ ഹാർട്ടാണ് എല്ലാവരും എണീറ്റത്. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടൊന്നുമല്ല, എല്ലാവരും ചാടി എണീക്കുക ചെയ്തത്. സോ ഗുഡ്. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് സർ. ഓക്കെ ആദ്യ അസറായിട്ട് പാടി കേട്ടോ. ഉഗ്രൻ പാട്ടുകാരിയാണ്. ജാനകി അമ്മന്റെ എക്സ്പ്രഷൻസും ജാനകി അമ്മയുടെ ആ ഒരു ഡൈനാമിക്സും നമ്മൾ പറയല്ലേ, ഏത്തലും അങ്ങനെ കുറയ്ക്കലും അങ്ങനെ അത് എങ്ങനെ സാധിച്ചു എന്ന് എനിക്കത് ഇപ്പോഴും എനിക്കൊരു മിറാക്കിൾ പോലെ തോന്നുന്നു. പിന്നെ ആ ഡയറക്റ്റ് ഹിറ്റല്ലേ ചെമ്മാനപ്പൂ, അങ്ങനെ അത് ഡയറക്റ്റായിട്ട് അത് എടുക്കുന്ന ഒരു സ്റ്റൈല് അസാധ്യമായിരുന്നു. ആ ലാസ്റ്റ് ഹമ്മിങ് ഒഴിച്ച് ബാക്കിയെല്ലാം ഫാന്റാസ്റ്റിക്, മൈൻഡ് ബ്ലോയിങ് പെർഫോമൻസ് ആണ്. അതിൻ്റെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ കേട്ട ആദ്യം ഇതാണ് എക്സെപ്ഷണൽ പെർഫോമൻസ് ആണ്. അപ്പോൾ എന്നാലും ചെന്നൈ പൊണ്ണില്ലേ, ചെന്നൈയിൽ എന്തായാലും വരെ അല്ലേ,
அப்போ ரொம்ப 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 சந்தோஷம். ஓகே, நன்றி. ആദ്യ കുട്ടി ഒരു പ്രോമിസ് തന്നിരുന്നു. ഓ കുഴലൊന്നും കണ്ണനൊക്കെ പാടും. ആ പാടോ? എന്താ ശ്രുതി വേണം உங்களுக்கு? കുഴലൂതും കണ്ണനക്ക് കുയിൽ പാടും. ഓക്കെ റൈറ്റ്. 1 2 1 2 3. കുഴലൂതും കണ്ണനക്ക് കുയിൽ പാടും പാട്ട് കേക്കുതാ കുക്കു കുക്കു കുക്കു. കുഴലൂതും കണ്ണനക്ക് കുയിൽ പാടും പാട്ട് കേക്കുതാ குக்கு குக்கு குக்கு. என் குரலோடு மச்சான் உங்க குழலோசை போட்டி போடுதா. இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு குக்கு குக்கு. மலைக்காட்டு வீசுற போது மல்லிகைப்பூ பாடாதா, மழைமேகம் கூடற போது வண்ணமயில் ஆடாதா. மழைக்காத்து வீசுற போது மல்லிகைப்பூ பாடாதா, மழைமேகம் கூடற போது வண்ணமயில் ஆடாதா. என் மேனி தேனரும்பு, என் பாட்டு பூங்கரும்பு. மச்சானா மெத்தெடுப்பே, உன்னைத்தான் கட்டி வைப்பேன். சுகமாக தாளம் தட்டி பாடட்டுமா, உனக்காச்சு எனக்காச்சு சரி ஜோடி நாமாச்சு கேளையா. குழலோதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு குக்கு குக்கு. என் குரலோடு மச்சான் உங்க குழலோசை போட்டி போடுதா. கண்ணா உன் மாலிப நெஞ்சு என் பாட்டு உசுப்புறதா. கல்கண்டு சர்க்கரை எல்லாம் இப்போ தான் கசுக்கிறதா. கண்ணா உன் மாலிப நெஞ்சு என் பாட்டு உசுப்புறதா. கல்கண்டு சர்க்கரை எல்லாம் இப்போ தான் கசுக்கிறதா. வந்தாச்சு சித்திரதா, பூயாச்சு நித்திரதா. பூவானா பொன்னக்கத்தா, ராவானா வேதனதா. மெதுவாக தூது சொல்லி பாடட்டுமா, விளக்கேத்தும் பொழுதான இளநெஞ்சில் படுபாடு கேளையா. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு குக்கு குக்கு. என் குரலோடு மச்சான் உங்க குழலோசை போட்டி போடுதா. இலையோடு பூவும் தலையாட்டும் பாரு, இலையோடு பூவும் காயும் தலையாட்டும் பாரு பாரு. குழலூதும் கண்ணனுக்கு குயில் பாடும் பாட்டு கேக்குதா குக்கு குக்கு குக்கு. ആഹാ ആഹാ. ഈ ആദ്യയുടെ വോയിസിലെ ഈ ഹമ്മിങ് എങ്ങനെ ഒരു ആ ഒരു കേവ് അല്ലേ,
ആ പാട്ടിലും ഈ പാട്ടിലും ആ കേവ് അസലായിട്ടുണ്ട് കേട്ടോ. ഇത് പഠിപ്പിച്ച് വരുന്ന കാര്യമേ അല്ല. അത് Inborn. ഒരു ജന്മനാൾ വാസനയാണ് അത്. അങ്ങനെ അണ്ണാ. പാടുന്നത്. இந்த குழந்தைக்கு நல்ல மார்க் கொடண்ணா. சரி அப்ப கொடுக்க போறேன். ஓகே இட்ஸ் 100 out of 100. You are awarded golden crown. And your golden Pukuti. Thank you. ചക്ര അടിപൊളി. Thank you. Thank you. ടാറ്റ. ചാച്ചാ Bye bye. ചെമ്മാനപ്പൂമരത്തിൻ കീഴേ കാക്കാലപ്പൂരം പുലർന്നേ. രാഗമഴയുടെ നിറസന്ധ്യയിലേക്ക് എത്തുന്നു നമ്മുടെ തൃശ്ശൂരുകാരി പ്രാർത്ഥനക്കുട്ടി. വെൽക്കം പ്രാർത്ഥന ഓൺ സ്റ്റേജ്. ഹായ് മക്കളെ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ തൊപ്പിക്കാരി, എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. എന്താണ് ഈ വേഷം ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഹരേ കൃഷ്ണ എന്ന് അത് പറഞ്ഞിട്ട്? ഞാനിന്ന് പാടാൻ പാടാനോ? പാടാൻ പാടാൻ പോകുന്ന പാട്ട് പുന്നാരപ്പൂവിലും കൊത്തിയ അതില് തൊപ്പി വെച്ചിട്ടില്ലേ? അതുകൊള്ള മക്കള് കലക്കോ? ആ ഡാൻസ് ഉണ്ടോ ഇതില്? ഇന്ന് ചെയ്യും. പിന്നെ ഇത് നല്ലൊരു ഫാസ്റ്റ് നമ്പറാണ്, നല്ല അടിപൊളി പാട്ടാണ്, രാജാ സാറിന്റെ ഒരു പാട്ടാണ്. മോള് ആ കോസ്റ്റ്യൂം ഇട്ടോണ്ട് വന്നിരിക്കുന്നു. പിന്നെ എന്തരിന് പറയും എന്തരിന് ദരരരരന്. ആ എന്തരേ ഇപ്പൊ നോക്കിയോ ചവിട്ടി തകർക്കും അവിടെ അല്ലേ? ആ അപ്പൊ മക്കൾ അടിച്ചു പൊളിക്കും. കണ്ടു കളയാം. അടിച്ചു പൊളിക്കും. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പുന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന തേന്മാന്തളിരുത്തി പുന്നാകപ്പൂഞ്ചിൽ ജയാട്ടി പെൺമൈന പൂമാനസം നീട്ടി ഈ തീരം പുൽകുമ്പോ മൈത്താരം കാട്ടുമ്പോ എന്തേ നിൻ മൗനം എന്നെ കൊഞ്ചിച്ചു കനിമുത്തുകൾ കൊത്തിയ തത്തകൾ എത്തിപ്പോ ഇരുമകൾ തമ്മിലൊരുമിയ മധുരം പോ പുന്നാരപ്പൂവിലും കൊത്തി മൈന മാന്തളിരുത്തി. മഞ്ചാടിക്കുന്നിൻ നെഞ്ചേറി നിന്നിൻ മോഹങ്ങൾ മോദങ്ങളാ കല്യാണിക്കുയിലിൻ തില്ലാന കേട്ടിൻ കൗമാരം കളവാണിയാ സന്ധ്യ പേതു സിന്ദൂരം ചന്തമേതു താഴ്വാരം താലി തീർത്ത മാംഗല്യം തേടി നിന്നിൽ സാഫല്യം കുളിരല പാകണ കുരുവയുമായി കതിരടി മണ്ഡപം ഉണരുകയായി കുടവകൾ നെയ്യണ പുതുവേളി കുടമുറി കൂടണ പുലരികളിൽ എത്ര നാളോ എങ്ങനെ ഇവളിനിയും പുന്നാരപ്പൂവിലും കൊത്തി പൊന്മൈന ഇന്നാന്തളിരുത്തി പുന്നാകപ്പൂഞ്ചില്ലയാട്ടി പെൺമൈന പൂമാനസം നീട്ടി.
സഞ്ചാരിക്കാറ്റിൻ ചിറകേറി ഇന്നും സ്വപ്നങ്ങൾ ദൂതിന്നു പോ. കണ്ണാടി നീട്ടി കലമാനക്കാട്ടിൽ കൽപ്പാത്തി പുഴ നീന്തി പോ. മാഘമേഘ സംഗീതം മൂകമുള്ളിൽ മൂളുന്നു. ഗ്രാമശ്യാമ സൗന്ദര്യം പ്രേമതീർത്ഥമാടുന്നു. എന്നിനി അവയുടെ സഖിച്ചമയും എന്നിനി അവയുടെ സുഖമണിയും എങ്ങനെ അവയുടെ കനവറിയും എങ്ങനെ അവയുടെ നിലവറിയും എങ്കിലും ഈ പെൺമനമ നിറയും. പുന്നാരപ്പൂവിലും കൊത്തി മൈന തീന്മാന്തളിരുത്തി പുന്നാകപ്പൂഞ്ചില്ലയാട്ടി മൈന പൂമാനസം നീട്ടി. ഈ തീരം പുൽകുമ്പോ മൈത്താരം കാട്ടുമ്പോ എന്തേ നിൻ മൗനം എന്നെ കൊഞ്ചിച്ചു. കണിമുത്തുകൾ കൊത്തിയ തത്തകളെത്തിപ്പോയി ഉരുമകൾ തമ്മിലൊരുമ്മിയ മധുരം പോ. പുന്നാരപ്പൂവിലും കൊത്തി മൈന തീന്മാന്തളിരുത്തി. പ്രാർത്ഥന കുട്ടി ആ കൊള്ളാം മോളെ. കാരണം ഇത് കുറെ പ്രയാസപ്പെട്ട പാട്ടാണ്. കാരണം പ്രയാസം മുഴുവൻ ഇരിക്കുന്നത് അനുപല്ലവിയുടെയും ചരണത്തിൻ്റെയും എൻഡ് പോർഷൻസ് ആണ്. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ. അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി പിന്നെ ഫ്രേസസ് മാറുന്നു അല്ലേ, കുറേ കോംപ്ലിക്കേഷനാണ്. മോള് തുടങ്ങിയപ്പോൾ സൂപ്പറായിരുന്നു. ഈ അനുപല്ലവിയും ചരണത്തിൻ്റെ എൻഡ് വരുമ്പോഴാണ് മോക്ക് കുറേ കൺഫ്യൂഷൻ വരുന്നത്. അനുപല്ലവി മോളൊന്ന് പാടുമ്പോഴത്തേക്ക് അതിനകത്ത് കൃത്യമായിട്ട് മനസ്സിലാവും, മോക്ക് തന്നെ മനസ്സിലാവും. പാടിക്കും. മഞ്ചാടിക്കുന്നിൻ നെഞ്ചേറി നിന്നിൻ മോഹങ്ങൾ മോദങ്ങളാ. ഓക്കെ. കല്യാണിക്കുയിലിൻ തില്ലാന കേട്ടിൻ കൗമാരം കളവാണിയാ. ഓക്കെ. സന്ധ്യ പെയ്തു സിന്ദൂരം കറക്റ്റ്. ചന്തമേതു താഴ്വാരം. ശ്രുതി. താലി തീർത്ത മാംഗല്യം തേടി നിന്നിൽ സാവല്യം. ഓക്കെ. കുളിരല പാകണ കുരവയുമായി കതിരണി മണ്ഡപം ഉണരുകയാൽ. ആ പോർഷൻസ് കേട്ടാ. ദാരിരി 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 തരിരി ദാരരരരരിരായി. ആ പോർഷൻസ് കൃത്യമായിട്ട് വരണം മോളെ. മോള് പാടുമ്പോഴത്തേക്ക് ഒന്നും അവിടെ ഇവിടെ ഒക്കെ ചേരുന്നില്ല. ഇത് ചേർന്ന് വന്നാൽ ഈ പാട്ട് കിടുക്കാച്ചിയായി. ഇപ്പോൾ പാടിയില്ലേ, ഇത് വരുമ്പോഴത്തേക്ക് കുഴാന്ന് കുഴഞ്ഞു പോയി. മോള് ടെലികാസ്റ്റിംഗ് ഒന്ന് കേട്ടോ കേട്ടോ. ബാക്കിയൊക്കെ നന്നായിരുന്നു, നല്ല അറ്റംപ്റ്റാണ്. അതായത് ഈ പാട്ട് പഠിക്കാനും ഈ പ്രസൻറ്റ് ചെയ്യാനും ഒരു ധൈര്യം വേണം. ആ ധൈര്യം കുഞ്ഞിനുണ്ട്. അപ്പം പാട്ട് നന്നായിരുന്നു, കുഴപ്പമൊന്നുമില്ല. എന്നാലും അതും കൂടെ വന്നാലേ നമുക്ക് കംപ്ലീറ്റ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ മോളെ. നമ്മളെപ്പോഴും പാട്ട് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഷുവർ ഷോർട്ടായിട്ടുള്ള പാട്ടുകൾ വേണം സെലക്ട് ചെയ്യാൻ കേട്ടോ. എന്തായാലും നന്നായി, ടോട്ടലായിട്ട് ഇരിക്കും. ഓൾ ദി ബെസ്റ്റ്. ചക്കരേ എന്തോ ഒത്തിരി നല്ല പാട്ട് കേട്ടോ. പാട്ട് നല്ല കിടക്കാച്ചിയാണ്. സാധാരണ മോള് ഒരു സംശയമില്ലാതെ പാടുന്ന ഒരാളാണ്. മക്കൾക്ക് എന്താണ് പറ്റിയത്? എനിക്ക് തോന്നുന്നു ഈ അനുപല്ലവിയുടെ ചരണത്തിൻ്റെ ആ സെക്കൻഡ് ഹാഫ് എന്ന് പറയുന്നത് ഒരു ട്രിക്കിയാണ് ആ ഏരിയ. രാജാ സാർ അങ്ങനെ ചെയ്തു വെച്ചേക്കുക. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? കുളിരല തൊട്ടുള്ള പോർഷൻ നമുക്ക് അത് നിന്നില്ല കയ്യിൽ. അത് കുഴപ്പമില്ല പോട്ടെ മോളെ കേട്ടോ. അതിലിപ്പം ഞെട്ടേണ്ട കാര്യമൊന്നുമില്ല. എന്തൊക്കെയായാലും കൊള്ളാം. മറ്റേ ഒരു ഡാൻസിൽ ഇച്ചിരിയേ ചെയ്തോളൂ. ഞാൻ വിചാരിച്ചു ഇത് മുഴുവൻ ഫുള്ള് ചാടുന്നത്. ഫുള്ള് ചാടിയിരുന്നെങ്കിൽ മക്കളെ പാടാനേ പറ്റത്തില്ലായിരുന്നു. സത്യം. അതാ ഞാൻ കുറച്ച് ഡാൻസ് അത് മതി. നല്ല തീരുമാനം. അത് വളരെ നല്ല തീരുമാനം. ഐ റിയലി അപ്രീഷിയേറ്റ് ദാറ്റ്. ഓക്കെ, താങ്ക് യു മുത്തേ. ലവ് യു. മോളെ മോള് പ്രാക്ടീസ് ചെയ്തപ്പോ ടഫായിരുന്നു ഈ പാട്ട്? എവിടെയെങ്കിലും സ്പീഡിൽ പോണ മതി. കുറച്ചുകൊണ്ട് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പാട്ടായിട്ട് തോന്നി. ഈ പറഞ്ഞ പോലെ ആ ലാസ്റ്റ് ലൈൻസ് ഇത്തിരി ട്രിക്കിയാണ്. ആ പോർഷൻ വിത്ത് ലിറിക്സ് ഒക്കെ വരുമ്പോൾ ഇത്തിരി പാടാൻ ഇത്തിരി ബുദ്ധിമുട്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നു ആ പോർഷൻസ് കറക്റ്റ് ആവാൻ അല്ലെങ്കിൽ ആ ചേരാണ്ട് വന്നെന്ന് ഞങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഈ പറഞ്ഞാലും മോൾ അതൊരു ടഫായിട്ടുള്ള പാട്ടാണ്. ഫൺ സോങ് ആണെന്നപ്പോഴും ടഫാണ്, കുറേ ലിറിക്സ് ഉണ്ട്. അപ്പോൾ മോൾ അത് എടുത്തതിൽ അത് ഞങ്ങൾ തീർച്ചയായും അത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്, ആ ഒരു ഗട്ട്സിനെ. പക്ഷെ ഗട്ട്സിനെ ഒന്നൊപ്പം നമുക്കത് നന്നായി ചെയ്യാൻ പറ്റുകയും കൂടെ വേണ്ടേ. പിന്നെ അതുപോലെ മോള് കോസ്റ്റ്യൂമൊക്കെ ചെയ്ത് വന്നതും
തൊപ്പി ഉണ്ടായിരുന്നോ? തൊപ്പി ഞാൻ ഇങ്ങനെ പാടുമ്പോ തൊപ്പി ഇവിടെ ഇങ്ങനെ. ഊരി പോകും. ബുദ്ധിമുട്ടായിരുന്നു അല്ലേ? ആ ശരി, അത് കുഴപ്പമില്ല മോളെ. ഓക്കെ ശരി, ഓക്കേ. ഓക്കെ. അപ്പോൾ ഓൾ സെറ്റ് ആണോ? ഇപ്പൊ മനസ്സിലായോ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എല്ലാം മനസ്സിലായോ? ആ എന്താണ് പാട്ടിൽ എന്താണ് പ്രശ്നമായിരുന്നു? മറ്റേ സ്പീഡിൽ പോണ വരി. ആ നോട്ട്സ് ഒക്കെ കുറച്ചൊന്ന് ബുദ്ധിമുട്ടായി അല്ലേ? ആ അപ്പോൾ കുറച്ചുകൂടി പഠിച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ബാക്കിയുള്ള ലൈൻസ് ചിലത് അസലായിട്ട് പാടിയല്ലേ, അപ്പോൾ ഇതും കിട്ടും നമുക്ക് കേട്ടോ. ഗ്രൂമേഴ്സോട് ഇനി ഇങ്ങനെ ഫാസ്റ്റ് ലൈൻസ് വരുമ്പം എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്ന് കറക്റ്റായിട്ട് സ്ലോ ആയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പിന്നെ ഫാസ്റ്റായിട്ട് ആ സ്പീഡിൽ പാടാം. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും തകർക്കും ഇനി നെക്സ്റ്റ് ടൈം. ഓക്കെ ഓക്കെ. ഡീൽ. ആ ഡീൽ. പ്രാർത്ഥന കുട്ടി എന്തോ 95 out of 100. താങ്ക് യു. പ്രാർത്ഥന കുട്ടി, എന്തോ we are giving you a extreme. താങ്ക് യു. ആടി ഒരു പുന്നാരപ്പൂക്കുട്ടി. കൺഗ്രാറ്റുലേഷൻസ്, യു ആർ അവോർഡഡ് എക്സ്ട്രീം. താങ്ക് യു. അപ്പൊ ചക്കര കൺഗ്രാറ്റ്സ്. താങ്ക് യു. ബൈ ബൈ. ഓൾ ദി ബെസ്റ്റ്. ടാറ്റാ. സ്വരസന്ധ്യയിൽ പാട്ടുമധുരം പകരാൻ മലപ്പുറത്ത് നിന്നും എത്തുന്നു ദേവനന്ദ. വെൽക്കം ദേവനന്ദ ഓൺ സ്റ്റേജ്. എങ്ങനെയുണ്ട് കുഞ്ഞെ? ഇറുക്കുന്നുണ്ടോ? കാണാൻ നല്ല ഭംഗി കേട്ടോ. എനിക്ക് ഈ ആ ഡ്രസ്സും നല്ല രസം. അവള് അല്ലെങ്കിൽ ഇവിടുത്തെ സുന്ദരിയാണ് കുഞ്ഞ്. സുന്ദരിയാണ്. നമ്മുടെ മുടി തിരുപ്പനാണോ അതോ ഒറിജിനൽ മുടിയാണോ? ഒറിജിനലാ. ഓ ഫാന്റാസ്റ്റിക്, അസാധ്യം. ഒറിജിനലാ. അതിൽ വലിച്ചു നോക്കിക്കോ. അണ്ണാച്ചി പണ്ട് ഇതായിരുന്നു ജോലി. മദ്രാസിലാണ്. ആണോ? തിരുപ്പൻ വേണമാ തിരുപ്പൻ ചോദിച്ചിട്ട് ഞാൻ നടക്കും. ഞാൻ വിൽക്കും, അണ്ണൻ പ്രൊഡ്യൂസ് ചെയ്ത് ഉണ്ടാക്കി തരും. ഇതായിരുന്നു ഞാൻ ഞങ്ങളുടെ തിരുപ്പതി തമ്മിലുള്ള പോയിട്ട് എല്ലാം കളക്ട് ബന്ധം. ചെയ്തെല്ലാം കൊണ്ട് ബിസിനസ് ആയിരുന്നു. ഡോർ ടു ഡോർ. ആ ഹോം ഡെലിവറി. തിരുപ്പൻ എന്ന് പറയും. മോള് കണ്ടിട്ടുണ്ടോ തിരുപ്പൻ? മധുരയിൽ പോയപ്പോ കണ്ടിണ്ടായിരുന്നു. നല്ല ബിസിനസ്. എത്ര രൂപ ഉണ്ടാക്കിയെന്ന് അറിയും. പക്ഷെ അതൊക്കെ അണ്ണൻ അടിച്ചോണ്ട് വെക്കളഞ്ഞു ഒരു ദിവസം. അങ്ങനെ ബിസിനസ് പൊളിഞ്ഞു. മക്കളെ ഏത് മുടിയാ, അല്ലോ ഏത് പാട്ടാ പാടുന്നത്? ഇത് മുടി. ഏത് മുടിയാ വെക്കാൻ പോകുന്നത്? ഏതാ പഴയ ഓർമ്മ വന്നായി ഏത് മുടി വേണമെന്ന്. മക്കളെ ഏതാ പാടുന്ന ഏതാ? പ്രണയമണിത്തു. മൊത്തം മഴയാ. തകർക്കടാ. തുറന്ന് പാടണേ. ആ തുറക്കണം, സൗണ്ട് തുറക്കണം, എല്ലാം കൂടി ഇടിച്ച് നിക്കണം. തകർക്കോ? പൊളിക്കൂ. All the ഓൾ best ദി മക്കളെ. ബെസ്റ്റ് ദേവു. താങ്ക് യു. താങ്ക് യു. മഴ മഴവിൽ കുളിരഴകു വിരിഞ്ഞൊരു വർണ്ണമഴ. ഗന്ധർവഗാനമീ മഴ ആദ്യാനുരാഗരാമഴ.
ദേവനന്ദക്കുട്ടി എന്ത് നന്നായിരുന്നു മോളെ, താങ്ക് യു. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പല്ലവി ഗംഭീരമായിരുന്നു. അനുപല്ലിയിൽ ഒരു ശകലം സംഗതി പോയി, അത് സാരമില്ല. എന്നാലും ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നല്ല സുഖമുണ്ടായിരുന്നു കേൾക്കാൻ. താങ്ക് യു. മോളുടെ ശബ്ദത്തിന് പറ്റിയൊരു പാട്ട് തന്നെ മോള് സെലക്ട് ചെയ്തു. പിന്നെ ഈ സംഗതിയൊക്കെ വന്നിട്ടുണ്ടല്ലോ, മറ്റേ നീ സഹരി സഹരി അതൊക്കെ കൃത്യമായിട്ട് പാടിയായിരുന്നു. താങ്ക് യു. നമ്മൾ പോകും എന്ന് വിചാരിച്ച സ്ഥലങ്ങളെല്ലാം കൃത്യമായിട്ട് പാടി. പോകത്തില്ല എന്ന് വിചാരിച്ച 1-2 സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ മോക്ക് ഒരു ചെറിയ പ്രശ്നം വന്ന്. അത് ഇഗ്നോറബിൾ ആണ്, അത് പോട്ടെ. എന്തായാലും മോടെ വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ആണ് മോൾ ഇതുവരെ ചെയ്തതിൽ ഏറ്റവും നല്ല ഒരു പെർഫോമൻസ് ആണ്. മാത്രമല്ല ഡാൻസ് അതിമനോഹരമായിരുന്നു കേട്ടോ. താങ്ക് യു. ആരാ ഇത് പഠിപ്പിച്ചേ? ഞാൻ തന്നെ. പിന്നെ എനിക്കിവിടുന്ന് പഠിപ്പിച്ചു തരുമോ ഇത്? ഞാൻ എനിക്ക് വയ്യ, ഞാൻ തന്നെയാണെന്ന്. ഞാൻ തന്നെ പഠിപ്പിച്ചു. ഞാൻ തന്നെ എന്നെ പഠിപ്പിച്ചു. ഞാൻ ഡാൻസ് കളിക്കായിരുന്നു. ആ ഇപ്പൊ എനിക്ക് സങ്കടം തോന്നുന്നു. അന്ന് അങ്ങനെ ശ്രീകൃഷ്ണ ജയന്തിക്കൊക്കെ ഡാൻസ് കളിക്കും. എനിക്ക് കൃഷ്ണനാവാനാ ഇഷ്ടം. ഞാൻ കൃഷ്ണനായിട്ട് രാധാകുമാരുടെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കും. അതൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ സങ്കടം വരും. എനിക്ക് അവിടെ പോയി കളിക്കാൻ പറ്റില്ലല്ലോ. ഓ അങ്ങനെ. ഇപ്പം മകരോത്സവ അങ്ങനെ കുറെ പരിപാടികൾ ഉണ്ടാവും അവിടെ. ഇപ്പൊ കളിക്കാൻ പറ്റില്ലല്ലോ വിചാരിച്ച് ആ വീഡിയോ നോക്കി പഠിച്ചതാ. സൂപ്പർ ആയിട്ടുണ്ട് മോളെ, അടിപൊളിയായിട്ടുണ്ട്. കാരണം അത് എന്തൊരു ടൈമിംഗ് ആണ്, എന്തൊരു ഗ്രേസ് ആണ് മോള് ചെയ്തത്. താങ്ക് യു. ആ ഈ പാട്ടും അതും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്ക് വണ്ടർഫുൾ. കണ്ണിനും കാതിനും മനസ്സിനും എല്ലാം ഒരു സന്തോഷം. താങ്ക് യു സർ. ഇവരും ദേവനന്ദക്കുട്ടി ചക്കരെ, നല്ല പാട്ട് മോള് നന്നായിട്ട് തന്നെ പാടിയിടാ. താങ്ക് യു സർ. ഈ അരികിൽ വരുമ്പോൾ അതൊക്കെ കുറച്ചും കൂടെ കൺട്രോൾഡായിട്ട് പാടാം. അത് മോക്ക് പോയിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ ചരണത്തിൽ ഉഗ്രമായിട്ട് പാടിയത്, അതെ അതെ, ഉഗ്രമായിട്ട് പാടി, നല്ല കിടുക്കാച്ചിയായിരുന്നു. ആക്കി ഡാൻസ് ദൈവമേ, എനിക്ക് കുശുമ്പ് കയറിയിട്ട് എനിക്ക് ഇവിടെ ഇരിക്കാൻ വയ്യ. ഞാൻ വന്ന് പിടിച്ച് നിർത്തിയാലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചു. പിന്നെ ഇതിന്റെ ഈ സീറ്റിന്റെ ഇടയിൽ കൂടെ മാത്രമല്ല MG കാലിങ്ങനെ വെച്ചേക്കുന്നുണ്ട്, അങ്ങോട്ട് എന്നെ വിടത്തും. മക്കളെ ചക്കരെ നന്നായിരുന്നു, സൂപ്പർ ആയിരുന്നു മക്കളെ. താങ്ക് യു സർ. ലവ് യു മോളെ. മഴ മഴ. പൊന്നെ, എന്ത്? നല്ല ഹാർഡ് വർക്ക് ഉണ്ടല്ലേ. വെരി സീരിയസ് പരിപാടിയായിരുന്നു. വെൽ പ്ലാൻഡ്, വെൽ പ്രാക്ടീസ്ഡ്, വെൽ എക്സിക്യൂട്ടഡ് അല്ലേ? പക്ക എല്ലാ ചെറിയ ബിറ്റിന് വരെ സ്റ്റെപ്പൊക്കെ ഉണ്ട്. പ്രത്യേകിച്ച് പാവാട ഇങ്ങനെ പൊക്കിയും ഇപ്പുറത്ത് വെള്ളമുള്ള പോലെ അപ്പുറത്ത് ചാടി ഭാനുപ്രിയാൻ അങ്ങനെ എടുത്തു വെച്ചിരിക്കുക. And you have sung well also. ചെറിയ ചെറിയ ഇപ്പൊ പറഞ്ഞ സംഭവങ്ങൾ തന്നെയാണ് ഞാനും വിചാരിച്ചിരുന്നത്. വെരി വെൽ ഡൺ മോളെ. താങ്ക് യു ഗോഡ് സർ. ബ്ലെസ്, കീപ് ഇറ്റ് അപ്പ്. താങ്ക് യു സർ. മക്കളെ ചക്കരെ, ഞാൻ രാഹുൽ പറഞ്ഞതിൻ്റെ കൂടെ ചേർത്ത് പറയും, ഇത്രയും അങ്കിൾമാർ നമ്മളെപ്പോഴും അവരെ പറയാത്ത, ഞാനും ഒക്കെ വിട്ടുപോകുന്നു, അവരെപ്പോഴും എന്തായാലും ഉണ്ട്, എപ്പോഴും ഉണ്ട്. അവര് കാര്യം സൂര്യൻ ചൂട് തരുന്നു അല്ലെങ്കിൽ വെളിച്ചം തരുന്നു എന്നുള്ളത് നമ്മൾ എപ്പോഴെപ്പോഴും പറയേണ്ട കാര്യമില്ലല്ലോ എണീറ്റ്. പക്ഷേ മോളെ, ഞാൻ സുശീലാമ്മയില്ലേ, സുശീലാമ്മ പറഞ്ഞൊരു കാര്യമാണ്. പണ്ട് പാടുമ്പോൾ ഈ ഓർക്കസ്ട്രക്കാർ അന്ന് 1-2 അല്ലല്ലോ, ഇഷ്ടംപോലെ പേരല്ലേ ഇരിക്കുന്നത്. അവരുടെ കൂടെ നിന്ന് പാടുമ്പോൾ എൻ്റെ പുറയിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഒരു പടയുള്ളതുപോലെ എനിക്ക് തോന്നുന്നത്. ആ ധൈര്യത്തിലാണ് ഞാൻ നിന്ന് പാടുന്നത്. അതാണ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞാൽ. ഇവരില്ലെങ്കിൽ ഒരു പാട്ട് നമുക്ക് കിട്ടത്തില്ല മക്കളെ. കമ്പോസേഴ്സ് ഉണ്ടായാലും പോരാ, മ്യൂസിഷ്യൻസ് വേണം. അതുകൊണ്ട് എൻ്റെ വക സ്പെഷ്യൽ നമ്മുടെ മ്യൂസിഷ്യൻസിന്. എന്താ പറയാ, അസലായിട്ട് പാടി മോളെ. താങ്ക് യു മാം. ഉഗ്രൻ പാട്ടുകാരിയാണ്, മിടുമിടുക്കിയാണ്. താങ്ക് യു മാം. മോളുടെ വോയിസ് ആദ്യം വന്നപ്പോൾ നമ്മൾ വാ തുറന്നു പാടണം പറഞ്ഞിട്ടുണ്ട്. അത് ഒരുപാട് ഉൾക്കൊണ്ട് ഇപ്പോൾ പാടുന്നത് എത്ര സ്വീറ്റാണ്, ഓരോ വാക്കും മനസ്സിലാവുന്നുണ്ട്. ഇനിയും കുറച്ചുകൂടി വരാനുണ്ട്, പക്ഷെ അത് വരും, തീർച്ചയായിട്ടും വരും. ഈ ചരണത്തിലുള്ള സംഗതി ചരണത്തിൽ അസലായിട്ട് പാടി. അനുപല്ലവിയാണ് കുറച്ചൊന്ന് പ്രശ്നമായി, കുഴപ്പമില്ല, നമ്മൾ ഫിക്സ് ചെയ്യാം. അപ്പോൾ ഇനി കുറച്ചുകൂടി ഫോക്കസോട് നമ്മൾ പാടാം. പക്ഷേ യു ആർ സച്ച് എൻ എൻ്റർടൈനർ. എന്തൊരു ഡാൻസാ, സോ ഗ്രേസ്ഫുൾ, സോ ബ്യൂട്ടിഫുൾ, അസലായിട്ട്. വെരി നൈസ്, വെരി നൈസ്. താങ്ക് യു മാം. ഗോഡ് ബ്ലെസ് യു. ദേവനന്ദക്കുട്ടി, എന്തോ? ഞങ്ങൾ തരുന്നു 98 out of 100. താങ്ക് യു. ദേവു, we are giving you a supreme. താങ്ക് യു സർ. ആദ്യ ഒരു പവിഴമഴ പൂക്കുറ്റി. താങ്ക് യു സർ. Congratulations, you are awarded a supreme. താങ്ക് യു സർ. ഓൾ ദി ബെസ്റ്റ്. പ്രണയമണിത്തൂവൽ പൊഴിയും പവിഴമഴ, മഴ
അതെ, ഇത് നമ്മുടെ അതിഥികൾ ആരാന്നറിയോ? ആ. കോലഞ്ചേരിക്ക് അടുത്തുള്ള ആ. വടയമ്പാടി പ്രദേശത്തെ പൂത്തൃക പഞ്ചായത്തിലെ കുടുംബശ്രീ അംഗങ്ങളും ബാലസഭയിലെ അംഗങ്ങളും. വെൽക്കം ടു ടോപ്പ് സിംഗർ. വെൽക്കം. താങ്ക് യു വെരി മച്ച്. ഇവിടെ വന്നതിനും ഞങ്ങളുടെ കുട്ടികളെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതിനും ഒരുപാട് നന്ദി പറയുന്നു. താങ്ക് യു സോ മച്ച്. അനുഗ്രഹീതരായ നിങ്ങളെ എല്ലാവരെയും ഇത്ര അടുത്ത് കാണാൻ കഴിഞ്ഞതിലും ഇത്രയും സഹകരിച്ച് ഞങ്ങൾക്ക് ഇവിടെ ഇത്രയും സമയം ഇരിക്കാൻ കഴിഞ്ഞതിലും ദൈവത്തിന് നന്ദി, നമസ്കാരം. പ്രോഗ്രാം കാണാറുണ്ടോ? കാണാറുണ്ട്, ടോപ്പ് സിംഗർ എല്ലാം കാണും. അപ്പൊ ഒരുപാട് സന്തോഷം. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. MG ഞങ്ങളെ നമ്മുടെ സ്റ്റാർ ഓഫ് ദ ഡേ ആരാണ്? യാര് നമ്മോട് ആദ്യ. വെൽക്കം ആദ്യ കുട്ടി ഓൺ സ്റ്റേജ്. ആദ്യ കുട്ടിക്ക് മെലോ നൽകുന്ന ഒരു ഉപഹാരം. അങ്ങനെ ഇന്നത്തെ മനോഹരമായ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും അടുത്ത ദിവസം കാണാം. ടാറ്റാ, ബൈ.